വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ലാസ്റ്റ് വീക്കിൽ ഒരു യാത്രയിലായതുകൊണ്ട് ജി ടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമ്മളെ മെൻറ്റർ ഫായിസിൻ്റെ സൂപ്പർബായിട്ടുള്ളൊരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. അതെല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നറിഞ്ഞതിലൊക്കെ വലിയ സന്തോഷം. ഇന്നലെ നമ്മളുടെ റൂമി നൈറ്റിൻ്റെ ഡേ ആയിരുന്നു. അപ്പം ഇന്നലത്തെ നമ്മളെ ചർച്ചാ വിഷയം തന്നെ പ്രെയർ ആയിരുന്നു. പ്രെയറിൻ്റെ ഓരോ ഘട്ടങ്ങളും പ്രെയറിൻ്റെ ഓരോ തലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് പലരും ഞാൻ കാണുന്നുണ്ട് ഇന്നലെ പങ്കെടുത്തവരൊക്കെ ഇപ്പോൾ രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഓൾറെഡി സെഷനിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. ഇന്ന് മോർണിംഗ് വീണ്ടും ജി ടിയിലെത്തി. ആസ് യൂഷ്വൽ ഇവിടെ ഇരുന്ന സമയത്ത് എന്തായിരിക്കണം ഇന്നത്തെ ടോപ്പിക് എന്ന് വെറുതെ ഒന്ന് ചുറ്റിലേക്കും പരതിയപ്പം തൊട്ടടുത്ത് തന്നെ എൻ്റെ ബുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഗൈഡഡ് കോട്ട്സ്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കി വെറുതെ എന്തെങ്കിലും കിട്ടിയാലോ. അങ്ങനെ പരതിയപ്പം ആദ്യം തന്നെ എൻ്റെ ഒരു പ്രെയറിനെ കുറിച്ചുള്ള കോട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി പ്രെയർ എന്നുള്ള ഡിസ്കഷൻ തീരുന്നില്ല, അത് തീരാത്തതാണ്, ഇന്നും അത് തുടരേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഗൈഡഡ് കോട്ട്സിൽ തുറന്നു നോക്കിയപ്പം അതിൽ കണ്ടിട്ടുള്ള പ്രെയറിനെ കുറിച്ചുള്ള കോട്ട് ഇങ്ങനെയാണ്: പ്രെയർ ഇൻ ഈച്ച് സ്റ്റെപ്പ് ഇറ്റ് ഈസ് സറണ്ടറിങ്. പ്രാർത്ഥനയ്ക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്, പക്ഷെ പ്രാർത്ഥനയുടെ ഓരോ ഘട്ടങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതും പരിശീലിക്കുന്നതും സറണ്ടറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ്. ഇന്നലെ റൂമി നൈറ്റിൽ പ്രെയർ ചർച്ച തുടങ്ങിയപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രെയർ എന്നത് ആക്ച്വലി അതിന് പല തലങ്ങളുണ്ട്, പല മാനങ്ങളുണ്ട്. പലർക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലതാണ്. ചിലർക്ക് നാവ് കൊണ്ടുള്ള പ്രാർത്ഥനയെക്കാളും ചില കർമ്മങ്ങളായിരിക്കും അവർക്ക് പ്രാർത്ഥനകളായിട്ട് ഭവിക്കുന്നത്. ചിലർക്ക് കർമ്മങ്ങളെക്കാളും കൂടുതൽ ചില സംസാരങ്ങളായിരിക്കാം, ചില ജപങ്ങളായിരിക്കാം, ചില സ്മരണകളായിരിക്കാം പ്രാർത്ഥനയായിട്ട് ഭവിക്കുന്നത്. മറ്റ് ചിലർക്ക് ജപങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല, ചിന്തകളായിരിക്കാം, സെൽഫ് ടോക്കായിരിക്കാം പ്രാർത്ഥനയായിട്ട് ചിലപ്പോൾ ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഒന്നുമില്ലാതെ ഒരു ധ്യാന നിർഭരമായ അവസ്ഥയിൽ ഒരു ചിന്തകൾ പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഒഴുകി ഇരിക്കലായിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥനയായിട്ട് ഭവിക്കുന്നത്. അത് നമ്മൾ ന്യൂറോ സയൻറ്റിഫിക് ബേസിസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പല തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ശരിക്ക് വളരെ ശാന്തമായ പ്രാർത്ഥന സംഭവിക്കുന്ന നമ്മുടെ രണ്ട് മനസ്സ് ഒരു മനസ്സായി മാറുന്ന ചില മൊമെൻറ്റുകളുണ്ട്. ചില പ്രത്യേക തരംഗങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ബ്രെയിനപ്പം കടന്നു പോവുക. അത്തരം ഘട്ടങ്ങളിൽ പൊതുവെ ശാസ്ത്രം പറയുന്നു അതൊരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള നമ്മുടെ എനർജിയൊക്കെ കുറച്ചുകൂടി ആക്ടിവേറ്റ് ആകുന്ന, നമ്മുടെ മാഗ്നറ്റിക് ഓറ അല്ലെങ്കിൽ ബയോ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചുകൂടി പവർഫുള്ളായി മാറുന്ന, തലച്ചോറിനെ പോലെ തന്നെ നമ്മുടെ ഹൃദയം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മൊമെൻ്റ് എന്നൊക്കെ ശാസ്ത്രം അതിനെ വിശദീകരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ടെന്നുള്ള. പക്ഷേ എത്ര തലങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ രീതികളുണ്ടെങ്കിലും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് 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 മുന്നോട്ട് പോകുമ്പം പ്രാർത്ഥനയിൽ നമ്മൾ പ്രവർത്തിച്ച് പ്രാർത്ഥന അവസാനം നമ്മളിൽ പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. പൊതുവെ നമ്മൾ പറയാം പ്രാർത്ഥന നമ്മളിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ സൈക്കിൾ ഓടിക്കാൻ അതിൻ്റെ പിറകെ പഠിച്ച് പരിശീലിച്ച് അവസാനം സൈക്കിൾ ഓടിക്കുക എന്നൊരു സ്കില്ല് അത് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്തോ ഒന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ പോലും ദൈവം ഉദ്ദേശിക്കണം എന്നുള്ളത്. ആര് ദൈവത്തിലേക്ക് വരണം, ആര് ദൈവത്തെപ്പറ്റി ചിന്തിക്കണം എന്ന് ചിന്തകളിട്ട് തരുന്ന ദൈവം അല്ലാണ്ട് വേറെ ആർക്കും പറ്റൂല, സാധ്യമല്ല. അപ്പോൾ ഏതായാലും പ്രാർത്ഥന നമ്മളിൽ പ്രവർത്തിച്ച് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാത്രമല്ല പ്രാർത്ഥന നമ്മളിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പം എന്തൊക്കെ നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ചർച്ച പോയത്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷൻ പ്രെയർ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ ഗൈഡഡ് കോട്ടിനെടുത്ത പോയിന്റ് വെച്ച് പറയാം. ഏതൊരാളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടണമെങ്കിൽ ഉത്തരം കിട്ടിയ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ചരിത്രത്തിലൊന്നും പോകണ്ട, നമ്മളെ ചുറ്റുപാടിൽ തന്നെ ഇപ്പോഴും കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇന്നലെയും നമ്മളുടെ റൂമി നൈറ്റ് കഴിഞ്ഞപ്പം ഉത്തരം കിട്ടിയ കുറേ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. ചിലർ എന്നോട് വന്ന് ഒരുപാട് പറഞ്ഞു അവരുടെ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകൾ. അപ്പോൾ മുന്നെയൊക്കെ നമ്മളുടെ ധാരണ ചരിത്രത്തിൽ അത്ഭുത കഥകളായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള മിത്ത് കഥകളായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ കഥകളായിട്ടോ പറഞ്ഞു വെച്ച ചരിത്രത്തിൽ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു അത്ഭുതമാണ്, വേദങ്ങളിൽ മാത്രം പ്രതിപാദിക്കപ്പെട്ട എന്തോ അത്ഭുതമാണ് പ്രാർത്ഥന എന്നായിരുന്നു മുന്നേ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. പക്ഷേ ഈ ഗൈഡഡ് ടോക്കും ജി ടിയും ജി സിയും ഒക്കെ ആയിട്ടുള്ള ജേർണി ഇങ്ങനെ തുടർന്നപ്പം
എനിക്ക് ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളുടെ കഥ കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അത് എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടിയ പ്രാർത്ഥന കേൾക്കാത്ത, എൻ്റെതെന്നല്ല കേട്ടോ, നമ്മളിലൂടെയോ മറ്റാരിലൂടെയോ ഒക്കെ ആ കഥകൾ കേൾക്കാത്ത, ആ ചരിത്രങ്ങൾ കേൾക്കാത്ത, ആ അനുഭവങ്ങൾ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ചില സമയത്തൊക്കെ എനിക്കും തോന്നാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കണത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടൂല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത രീതിയിൽ ചില ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്തരത്തിലുള്ള തമ്പുരാൻ എത്തിച്ചു തരുമ്പോൾ അതിനെയാണ് അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അപ്പം ഈ രൂപേണ ചരിത്രത്തിലല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നിമിഷത്തിൽ പോലും ആരുടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറുണ്ട്. അപ്പോൾ പ്രാർത്ഥന പറഞ്ഞു തുടങ്ങുമ്പം ഇന്നലെ ഞാൻ റൂബിനായിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നമ്മൾ ഓരോരുത്തരും ഉത്തരം ചെയ്യപ്പെട്ട ഓരോ പ്രാർത്ഥനകളാണ്. യു ആർ എൻ ആൻസേർഡ് പ്രയർ. നമ്മളെല്ലാവരും ഉത്തരം കിട്ടിയ പ്രാർത്ഥനയാണെന്നുള്ള നമുക്കറിയില്ല. നമ്മളെല്ലാം പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം എന്തിന് നമുക്ക് ജന്മം തന്നു ചോദിച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഈ ശരീരം എന്തിന് തന്നു ചോദിച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഈ ജീവിതം എന്തിന് തന്നു ചോദിച്ചാൽ അതും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. അപ്പോൾ ഈ രൂപേണ പ്രാർത്ഥനയുമായി അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും പ്രയത്നങ്ങളും ഓരോ ഘട്ടത്തിലായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുന്ന, റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ കുറേ ഘട്ടങ്ങളുണ്ട്. ഈ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥന നമ്മളെ ഇങ്ങോട്ടെന്തോന്ന് പരിശീലിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക് സമർപ്പിക്കുന്നതിന് മുന്നേ പ്രാർത്ഥനയിലേക്കൊരു സമർപ്പണമുണ്ട്. അതാണ് ഗൈഡഡ് കോട്ടിൽ പറഞ്ഞു തുടങ്ങിയത്. പ്രയറിൻ്റെ ഓരോ ഘട്ടവും സമർപ്പണമാണ്. അതായത് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കാരണം വേണം, അല്ലേ? നമ്മളെന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കാരണവും ഇല്ലാണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ല പറയുക, അതിന് നമ്മൾ പ്രണയിക്കുക എന്നാണ് പറയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ അപ്പോഴൊക്കെ പലരും പ്രാർത്ഥിച്ച് തുടങ്ങാറുള്ളത് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രൂപേണ പ്രണയം എന്ന ചർച്ചയ്ക്കപ്പുറത്തേക്ക് പ്രാർത്ഥന എന്ന ഈ തലത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു ആഗ്രഹം വരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്നാകാം. ഇനി അങ്ങനെ ആവണമെന്നില്ല, എന്തോന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, സമ്പത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുമായിരിക്കാം മിക്കവാറും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുമ്പോഴാണോ, എല്ലാം ഉള്ളപ്പം കൂടുതൽ എന്തെങ്കിലും ഇതിനേക്കാളേറെ എന്തെങ്കിലും വേണമെന്ന് കരുതുമ്പോഴാണോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാവില്ലെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മിക്കവാറും ഉള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ആഴം കൂടാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നമ്മളെ പരിശീലിപ്പിക്കുന്ന വല്ലാത്തൊരു മാജിക്കാണ്. നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്ന് കൊതിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് എന്നൊരാഗ്രഹമുണ്ട് തമ്പുരാനെ എനിക്കിത് നടത്തി കിട്ടണമെന്ന് ചിന്തിച്ചു പോകുമ്പം ഒരു പക്ഷേ നമ്മുടെ ചോദ്യത്തിന് അത്ര ശക്തി ഉണ്ടാവില്ല. അപ്പോൾ ചോദിക്കാൻ പരിശീലിപ്പിക്കലായിരിക്കും ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ദൈവം തരാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ ആ ചോദ്യം ശരിയല്ല, ആ ചോദ്യത്തിന് ശക്തിയില്ല മോനെ, നീ കുറച്ചുകൂടി ശക്തിയായിട്ട് ചോദിക്കുകയും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഉള്ളതും ചിലപ്പം എന്തൊക്കെയോ സാധനം പഠിച്ചവനെ എടുത്തു കളയും. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരു പൂ ചോദിച്ചപ്പം ഇപ്പുറത്ത് ഒരു ചെടി തന്നെ പറിച്ചു കളഞ്ഞല്ലോ, എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ ആഗ്രഹിച്ചത് എന്തോ അത് തരണമെങ്കിൽ ആഗ്രഹിക്കേണ്ട വിധത്തിൽ നമ്മൾ ചോദിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം നമുക്കറിയാം. അത് വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കും. അപ്പം നമ്മുടെ ചോദ്യത്തിന് കുറച്ച് ശക്തി കൂടും. അങ്ങനെ നമ്മുടെ ഫോക്കസ് മൊത്തം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി സമർപ്പിത മനസ്സോടുകൂടി വളരെ ആഴത്തിൽ ഹൃദയത്തിൽ തട്ടുമാറ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ഒരു പരിശീലനം കിട്ടി. എങ്ങനെ മുട്ടണം, എങ്ങനെ നോക്ക് ചെയ്യണം, എങ്ങനെ ചോദിക്കണം. അപ്പോൾ അവിടെ ഒരു പരിശീലനമാണ് സംഭവിച്ചത്. നിങ്ങളൊക്കെ നന്നായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടലുകൾക്ക് നിങ്ങൾ വിധേയമാകുന്നുണ്ടെങ്കിൽ, ആ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കുറച്ച് കഷ്ടപ്പെടലുകൾക്കും നിങ്ങൾ വിധേയമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേടാനായി കൊതിച്ച എന്തോ ഒന്ന് അതിലേക്ക് നിങ്ങൾ ശരിയായ രൂപേണ അത് നേടിയെടുക്കുന്നതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ തന്നെ ഉള്ള എന്തോ ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ടോ താൽക്കാലികമാക്കി മാറ്റിവെച്ചിട്ടോ ഒക്കെ നമ്മളെ പരിശീലിപ്പിക്കുകയായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പ്രാർത്ഥന തന്നെ എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാം. അപ്പോൾ പ്രെയർ
ഇറ്റ് സെൽഫ് ഇസ് എ കോൺഷ്യസ്നെസ്. പ്രാർത്ഥന എന്ന് തന്നെ ഒരു ബോധമാണ്. ആ കോൺഷ്യസ്നെസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പം ആ കോൺഷ്യസ്നെസ്സുമായിട്ട് അലൈൻ ചെയ്യുന്ന ആൾക്കാർ കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യണത്, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച് അവർ തന്നെ പ്രാർത്ഥനയായി മാറുന്നു. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയാറുണ്ട്, അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക എന്നതിനപ്പുറത്തേക്ക് അവർ പ്രാർത്ഥനയായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അവരുടെ വാക്കുകളോ അവരുടെ സേവനങ്ങളോ ഒക്കെ മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തലങ്ങൾ കൂടി പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ ശീലിച്ച പോലെ ചോദിക്കുക ഉത്തരം കിട്ടുക, ചോദിക്കുക ഉത്തരം കിട്ടുക, ഉത്തരം കിട്ടുമെന്ന് പ്രാർത്ഥന സംവിധാനിച്ചവൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുവിൻ ഉത്തരം നൽകപ്പെടും എന്നത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഉത്തരം നൽകപ്പെടുമാറ് നിൻ്റെ ചോദ്യം എത്തുന്നില്ലെങ്കിൽ നീ ചോദിക്കാൻ പഠിക്കണം. അപ്പം ചോദിക്കാൻ പഠിക്കുക എന്നിടത്ത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? സറണ്ടറൻസ്. അവിടെ മാത്രമല്ല, പ്രാർത്ഥനയുടെ ഏത് ഘട്ടത്തിലും നമുക്ക് വേണ്ടത് എന്താണ്? സറണ്ടറൻസ് ആണ്. അത് ഏത് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചതെന്തോ അത് കിട്ടുന്നത് വരെ, അത് കിട്ടുന്നത് വരെയോ അല്ല, അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാകേണ്ടത് അൾട്ടിമേറ്റ് സറണ്ടറൻസ് ആണ്. അപ്പോൾ പ്രാർത്ഥന പരിശീലിക്കുന്നതിലൂടെ, ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ, അത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ എന്ന തലത്തിൽ പറഞ്ഞു പോയാലും ഇതിലൂടെയൊക്കെ മുകളിലുള്ളവൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് സറണ്ടറൻസ് എന്താന്ന് പഠിക്കാനാണ്. അപ്പം ഒരാൾക്കൊരാഗ്രഹമുണ്ട്, അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മാറിയിരിക്കുമ്പോഴേക്ക് വീണ്ടും അവന് ചിന്ത വരാം, കിട്ടേക്കോ, കിട്ടോ, തരുമോ, പെട്ടെന്ന് തരുമോ, വൈകിപ്പിക്കോ, ഇനി ഇത് തന്നെയാണോ തരാൻ ഉദ്ദേശിച്ചത്? ഇങ്ങനത്തെ ഒരുപാട് പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന, പ്രാർത്ഥനയെ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തോടുള്ള ചോദ്യമാണ്. ആ ദൈവത്തോട് ചോദിച്ച് വന്നതിന് ശേഷം ദൈവത്തെ ചോദ്യം ചെയ്യുമാർ, ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുമാർ നമ്മൾ മാറിയിരുന്നിട്ട് കിട്ടുമോ, തരുമോ, നടക്കോ, എനിക്ക് കിട്ടുമോ, ഞാൻ ചോദിച്ചാൽ തരുമോ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരുമ്പം ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് തോട്ടുകളും ഡിസ്റ്റർബിങ് ഡൗട്ടുകളും ഒക്കെ നമ്മളെ മനസ്സിലിങ്ങനെ നിയലിച്ച് നിൽക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളെ പ്രാർത്ഥന പരിശീലിപ്പിക്കുന്നത് അത്തരം ചിന്തകൾ എപ്പോഴാണോ അടങ്ങുന്നത്, ഒടുങ്ങുന്നത്, അതുവരെ നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് പലരും പറയുക, എത്ര ചോദിച്ച് ഇപ്പോഴൊന്നും നടന്നില്ലല്ലോ. നിങ്ങൾ ചോദിച്ചത് ശരിയായിട്ടില്ല, ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിയാണ്, ചോദിച്ചതിന് ശേഷം നിങ്ങൾ ശരിയിലായിരുന്നില്ല എന്നതുകൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിച്ച കാര്യത്തിൽ, ആഗ്രഹിച്ച കാര്യത്തിൽ സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് അടക്കം പ്രാപിക്കാൻ, അത് റിസീവ് ചെയ്യാൻ പാകത്തിന്, അത് തന്നിരിക്കുമെന്ന രൂപേണം അത് സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു സമർപ്പണത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് പറ്റുന്നില്ലെങ്കിൽ അത് പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ പ്രാർത്ഥന നമ്മളെ ഇട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓടി 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 അവസാനം ഇവന് മനസ്സിലാവും, ഇതൊന്നും നടക്കാൻ പോണില്ല, ഞാൻ ഇതൊക്കെ ഇട്ടേച്ചു പോവാണ്, ഞാൻ എത്ര ചോദിച്ചു എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് എനിക്കിനി ഇത് വേണ്ട എന്ന് കരുതിയിട്ട് ഒഴിവാക്കി അവൻ മാറിയിരിക്കുമ്പോൾ അപ്പോൾ കാണാം കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവൻ ഒഴിവാക്കി പോയതൊക്കെ ഇവൻ്റെ പിറകെ വരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ കിട്ടിയില്ല, ചോദിക്കാതിരുന്നപ്പോൾ കിട്ടി. അതെങ്ങനെ? ചോദിച്ചപ്പോൾ ഒന്നും നടന്നില്ല, പക്ഷെ ചോദിച്ച് ചോദിച്ച് അവസാനം ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടേച്ച് പൊടുന്നപ്പോൾ കിട്ടി. ആലോചിച്ച് നോക്കിയേ, ചോദിച്ച് കഴിഞ്ഞ് കിട്ടുമോ കിട്ടില്ലയോ എന്ന പ്രതീക്ഷയോടുകൂടി ഇരുന്നപ്പോഴാണോ, ഇനി എനിക്കിത് വേണ്ട എന്ന് കരുതി ഇട്ടേച്ച് പോന്നപ്പോഴാണോ പൂർണ്ണ സമർപ്പണമായത്? ഇട്ടേച്ച് പോയപ്പോഴാണ് പൂർണ്ണ സമർപ്പണമായത്. ദാറ്റ് മീൻസ് ഇനി ഞാൻ അതിൻ്റെ പിറകിൽ ഒന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടാനില്ല, ഞാൻ ആ ആഗ്രഹത്തെ അങ്ങ് പരിപൂർണമായിട്ട് വിട്ട് കളയുന്നു. അങ്ങനെ വിട്ട് കളയുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു വെച്ച ആഗ്രഹത്തെ, ലക്ഷ്യത്തെ നമ്മൾ ശരിക്കും ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തത്. അതുവരെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇത് നടക്കോ, ഇത് നടക്കണേ, ഇത് നടത്തി തരണേ, ഇങ്ങനെ അറ്റാച്ച്മെൻറ്റോട് കൂടി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ ആഗ്രഹം എന്താണ് കുഞ്ഞെ, അതിങ്ങ് താ എന്ന് മുകളിലുള്ളവൻ ചോദിക്കുമ്പോൾ ഞാനത് കെട്ടിപ്പിടിച്ചിട്ട് തരൂലേ, തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം തരാം, ആദ്യം നിൻ്റെ ആഗ്രഹം ഒന്ന് ഇങ്ങ് താ എന്നാണ് മുകളിലുള്ളവൻ ചോദിക്കുന്നത്. പക്ഷെ നമ്മളത് കൊടുക്കുന്നേ ഇല്ല. അവസാനം നമ്മൾ തന്നെ കെട്ടിപ്പിടിച്ച് വെച്ച സംഭവം ഇത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പം നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ചിലർ പറയും, കയ്യിൽ നിന്നും പോയി, ഇനി നടക്കും തോന്നണില്ല, എല്ലാം കയ്യിൽ നിന്നും പോയി. എല്ലാം കയ്യിൽ നിന്നും പോകുന്ന സമയത്തിലാണ് നിങ്ങൾ കൈ വിട്ട് പ്രാർത്ഥിക്കാനുള്ള പോസ്റ്ററിലേക്ക് എത്തുന്നത്. ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയാണല്ലേ, നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഈ കയ്യിലുള്ളത് പിടിച്ച് കളയുമാറ്, എടുത്ത് കളയുമാറ് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, അതിൻ്റെ പിറകെ പോയി 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 ഉള്ള മാനവും പോയി, ഉള്ള സമ്പത്തും പോയി, ഉള്ള ബന്ധങ്ങളും പോയി, എല്ലാം പോയി. വെരി ഗുഡ്. ഇതെല്ലാം പോകുന്ന സമയത്താണ് നീ സുജൂദിലാകാൻ തയ്യാറാവുന്നത്, നീ ബോ ചെയ്യാൻ തയ്യാറാണ്.
അങ്ങനെ എല്ലാം പോയിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മാനസികാവസ്ഥ എന്താ? നത്തിങ്നെസ്. ഇനി ഒന്നും പോകാനില്ല എന്ന് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒന്നും ആഗ്രഹിക്കാനുമില്ല, ഒന്നും പ്രതീക്ഷിക്കാനുമില്ല, ഞാൻ എല്ലാം വിട്ട് കളയുന്നു. നോക്കിയേ, ആഗ്രഹങ്ങളെല്ലാം വിട്ട് കളയുന്ന, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി നിർത്തി കാലിയായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രാർത്ഥന നമ്മളെ കൊണ്ടെത്തിക്കും. പലർക്കും തോന്നിയിട്ടില്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ പിറകെ നടന്ന അവസാനം വട്ടപൂജ്യമായി ഇനി ഒന്നുമില്ല എന്ന് കരുതി എം ടി ആയിട്ടിരിക്കും. ആ എം ടി ആവുക എന്ന് പറയുന്ന അവസ്ഥ, ആ കാലിയാകുന്ന അവസ്ഥയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ തവക്കുൽ എന്ന് പറയുന്നത്. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹവും എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ലക്ഷ്യങ്ങളെയും എല്ലാം അങ്ങ് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി എനിക്കൊന്നും അറിയില്ലട്ടോ എന്ന് കരുതി ഫ്രീ ആയിട്ടിരിക്കലാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന സംഭവിക്കുന്നത്? നീ ആഗ്രഹിച്ചതെന്തോ ആഗ്രഹിച്ചത് മുഴുവനും കളയേണ്ടി വരും. അത് കളയുന്ന സമയത്തായിരിക്കും നീ ആഗ്രഹിച്ചതൊക്കെ നിന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ മാത്രമേ പ്രാർത്ഥന ഒരു ട്രാൻസാക്ഷനായിട്ട് മാറുന്നുള്ളൂ. പ്രാർത്ഥന ഒരു ട്രാൻസ്ഫറൻസ് ആയിട്ട് മാറുന്നുള്ളൂ. ദാറ്റ് മീൻസ് എൻ്റെ ആഗ്രഹം നീ നടത്തി തരണമേ എന്ന് കരുതിയിരിക്കുന്നതിന് മുകളിൽ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ നിൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്, നിനക്ക് എന്തും ചെയ്യാം, ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മളിങ്ങനെ സറണ്ടർ ചെയ്യാം. ഒരു പോസ്റ്റർ സറണ്ടറൻസിൻ്റെത് ഇതാ എൻ്റെ എല്ലാം ഞാൻ നിന്നിലേക്ക് തന്ന് ഞാൻ നിന്നിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു. ഒന്ന് ഇതാണ്. രണ്ടാമത്തത് ഇതാണ്, നമ്മളെ കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല, എടുത്തതൊക്കെ എടുത്തിട്ട് എന്താണോ നിനക്ക് ബദലായിട്ട് ഇതിന് എക്സ്ചേഞ്ച് ആയിട്ട് തരാനുള്ളത് തന്നുകൊള്ളുക, സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാണ്ട് ഇത് തന്നെ തന്നുകൊള്ളുക, ഇത് തന്നെ റെഡിയാക്കി തന്നുകൊള്ളുക. അപ്പം നമ്മൾ അതിൽ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, എങ്ങോട്ടാണ് വിട്ടുകൊടുക്കണത്? അതിൽ തൊട്ടാൽ 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവനിലേക്ക് കൊടുക്കുക. ഏതുപോലെ, നമുക്കൊരു കുട്ടിയുണ്ട്, നമുക്ക് വളരെ വിഷമപ്പെട്ട കുട്ടിയാണ്, നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന കുട്ടിയാണ്, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയെ നല്ല കുട്ടിയായിട്ട് വാർത്തെടുക്കണമെങ്കിൽ നല്ലൊരു ഗുരുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിലൂടെ അത് സംഭവിക്കുമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? സംഭവം എൻ്റെ കുട്ടി തന്നെ, ഈ കുട്ടി നല്ല കുട്ടിയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നതുകൊണ്ട് ഞാനിതാ ഏൽപ്പിക്കുന്നു ഈ കുഞ്ഞിനെ എന്ന് കരുതി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ നല്ലതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണോ ആ പരിശീലനം കിട്ടുക അങ്ങോട്ട് കൊടുക്കുമ്പം ഇവിടുന്ന് ഒരു വിട്ട് കളയലുണ്ട്, ഇവിടുന്ന് ഒരു വിട്ട് കൊടുക്കലുണ്ട്. ആ വിട്ട് കൊടുക്കൽ സംഭവിക്കുന്നതിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ കുഞ്ഞിനെ പരിചരിച്ച് ലാളിച്ച് സെറ്റാക്കി അതിനെ ട്രെയിൻ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ആദ്യം കൊടുത്തതിനേക്കാളും 10 മടങ്ങ് സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരാണ്. അവിടെയാണ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ സമർപ്പണം അവർക്ക് മിസ്സായി പോകലുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കാനേ എന്നെ കൊണ്ടാവില്ല, എൻ്റെ ലൈഫേ ഇല്ലാണ്ടാകും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആഗ്രഹത്തെ സമർപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചില ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ഇത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് പലരും ചിന്തിക്കാറുള്ളത്. നിങ്ങളെക്കൊണ്ട് അത് ആഗ്രഹിപ്പിച്ചതിന് പിറകിൽ അത് തന്നെ നിങ്ങൾക്ക് നൽകുക എന്നതായിരിക്കില്ല ആഗ്രഹിപ്പിച്ചവൻ്റെ ഉദ്ദേശം. അപ്പോഴാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിപ്പിക്കുന്നവൻ എന്താണ് ഇതിലൂടെ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, ഇത് തന്നെയാണോ അവൻ തരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെ ഞാൻ ചോദിച്ച വേറെ എന്തോ ഒന്നിലേക്ക് എന്നെ പ്രാപ്തമാക്കി എടുക്കലാണോ അവൻ്റെ ഉദ്ദേശം? ഇത് തിരിച്ചറിയാനാകാതെ ആഗ്രഹിച്ച ആഗ്രഹത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂങ്ങി ചാകുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ചതും കിട്ടിയില്ല, ദൈവം ഇച്ഛിച്ചതും കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റെക്കായി പോകുന്നവരുണ്ട്. അപ്പോൾ സമർപ്പണം എന്നത്, സറണ്ടറൻസ് എന്നത് പ്രാർത്ഥനയുടെ ഓരോ ഘട്ടത്തിലുമുണ്ട്. ആഗ്രഹങ്ങൾ ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഈ ആഗ്രഹം വരുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു എനിക്കിത് വേണമെന്ന്. ആ വേണമെന്ന ബോധത്തോടു കൂടി തന്നെ ഈ വേണമെന്ന ബോധം എനിക്കുണ്ട്, പക്ഷെ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണോ? എന്ത് സമർപ്പണത്തിൽ? ഈ ആഗ്രഹത്തെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ആഗ്രഹം നടത്തിത്തരലാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടന്നു കൊള്ളട്ടെ. അല്ല, ഈ ആഗ്രഹം സമർപ്പിക്കുന്നതിലൂടെ എന്നെ എന്തിലേക്കോ പര്യാപ്തമാക്കിയെടുക്കലാണോ അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് അതും നടന്നു കൊള്ളട്ടെ. എന്തിനാണെങ്കിലും ഞാൻ റെഡിയാണ് എന്ന രൂപേണ ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് നടത്തി തരണമേ, അത് നടത്തി തരലാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ, നീ അങ്ങനെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് നടക്കട്ടെ. അല്ല, ഇനി ഇതിലൂടെ ഞാൻ പ്രാർത്ഥിച്ച് എന്നെ വേറെ എന്തിലേക്കെങ്കിലും പ്രാപ്തമാക്കലാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആഗ്രഹത്തെയും സമർപ്പിച്ചിരിക്കുകയാണ്, പ്രാർത്ഥനയെയും സമർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ഇരുന്നിട്ട് എന്ത് ചിന്തിക്കുന്നില്ല, കിട്ടോ തരുമോ
ഇന്ന് കിട്ടുമോ, നാളെ വരുമോ, മറ്റന്നാൾ പോവോ, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് കിട്ടാനും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പാകപ്പെടുത്തൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരിക്കുമോ, ഓക്കെ, പാകപ്പെടുത്തായിരിക്കാം, സന്തോഷം. അല്ല, ആഗ്രഹിച്ചത് തന്നെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചതാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ട് അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് നമ്മളെങ്ങനെ കൊതിപ്പിക്കും. അപ്പോഴും എന്ത് ചെയ്യരുത്, വീണു പോകരുത്. എങ്ങനെ വീണു പോകരുത്, സമർപ്പണത്തിൽ നിന്നും വീണു പോകരുത്. ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ആഗ്രഹിച്ചതെന്തോ അത് അവരിലേക്ക് വരുന്നതിന് മുന്നേ സൂചനകൾ വരും എന്ന് പറയുമ്പം ചെറുതായിട്ട് ഇങ്ങനെ സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് ചിലരൊരു യെസ് പറയൽ, നോക്കാം എന്ന് പറയൽ, പേപ്പർ ഫോർവേഡ് ചെയ്തിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വീണു പോകരുത്. അവിടേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. ഇത് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, സന്തോഷം, അതിൻ്റെ സൂചനയാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ സമർപ്പണത്തിലാണ്, എന്താണോ ഇതിലൂടെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നടക്കട്ടെ. അവിടെയും സമർപ്പണം. ഒന്നാം ഘട്ടത്തിലെ സമർപ്പണം കൊണ്ട് ചില സൂചനകൾ വരുമ്പോഴേക്ക് ആർഭാടമാക്കി മാറ്റിയിട്ട്, ആഘോഷമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. അവിടെയും അടുത്ത ഘട്ടത്തിലും നമുക്ക് വേണ്ടത് എന്താ, ഇവിടെ ഞാൻ ഇതിൻ്റെ സൂചനകളൊക്കെ കാണുമ്പോഴേക്ക് ചാടിക്കയറി പോലാണോ ആവശ്യം, അല്ല, ഞാൻ വീണ്ടും സമർപ്പണത്തിലേക്ക് തയ്യാറാണോ. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ലക്ഷ്യത്തിന് പിറകെയുള്ള പ്രയത്നത്തിലും എല്ലാ ഘട്ടത്തിലും നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി. അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയും. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സറണ്ടറൻസ് ആണ്. എവിടെയെങ്കിലും ഞാൻ ഭ്രമിച്ചു പോകുന്നുണ്ടോ, എവിടെയെങ്കിലും ഞാൻ കൊതിച്ചിട്ട് വീണു പോകാൻ സാധ്യതയുണ്ടോ, അതില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ആ ഓരോ ഘട്ടത്തിലും എൻ്റെ മനസ്സ് സമർപ്പണത്തിൽ തന്നെയാണോ, അപ്പോഴാണ് പ്രാർത്ഥന ഞാൻ പഠിക്കുന്നത്. പ്രാർത്ഥിച്ചത് നേടുന്നതിന് മുന്നേ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥന പഠിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പ്രാർത്ഥന പഠിക്കാൻ എന്ന ഉദ്ദേശത്തിൽ നമ്മളൊരു ആഗ്രഹം സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി പ്രാർത്ഥന പഠിക്കുന്നതിലേക്കാണോ ആഗ്രഹം നേടുന്നതിലേക്കാണോ? രണ്ടും നടക്കും. ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കാൻ പഠിക്കാതെയാണ്, പ്രാർത്ഥനയുടെ ശൈലികൾ മനസ്സിലാക്കാതെയാണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന പരിശീലിക്കുക, പ്രാർത്ഥന പഠിക്കുക എന്നൊരു തലമുണ്ട്. ഈ തലത്തിൽ ഞാൻ പറഞ്ഞു, ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സമർപ്പണം, സമർപ്പണം, സമർപ്പണം എന്നുള്ളതാണ്. മുന്നേ ഏതോ ഗൈഡഡ് ടോക്കിലും GCTPയിലൊക്കെ ഞാനൊരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പ്രാർത്ഥന പരിശീലിക്കുകയാണ്. ഒരു സൂഫി ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പ്രാർത്ഥന പഠിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി നിറച്ചു വെച്ചിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാലേ ഗ്രാറ്റിറ്റ്യൂഡാണ്, വേറെ ഒന്നുമല്ല. അത് തന്നെ റൂമിയും പറയുന്നത്, ചുരുങ്ങിയ വാക്കിൽ ഒരു പ്രാർത്ഥന എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും താങ്ക് യു, നന്ദി എന്നതല്ലാതെ വേറൊരു വാക്കും എനിക്ക് പറയാനില്ല. അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വേറൊരു പ്രാർത്ഥനാ വചനവും അല്ലെങ്കിൽ വാചകമോ വാക്കോ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പ്രെയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാർത്ഥനകളൊക്കെ തുടങ്ങുമ്പം സ്വർഗസ്ഥനായ പിതാവിന് സർവ്വസ്തോത്രവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ പ്രൈസിങ്സും ദൈവത്തിന് തന്നെയാകുന്നു, അവർ തന്നെയാകുന്നു. ഇങ്ങനെ നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് പൊതുവെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ ആ ഗുരു പ്രാർത്ഥനയാകുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പരിശീലനത്തിലാണ് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. കപ്പൽ കണക്കെ ചരക്കുകൾ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുവാണ്. അങ്ങനെ ഒരു ദിവസം ആ ഗുരു തൻ്റെ ശിഷ്യർക്ക് ഇങ്ങനെ വളരെ വിശാലമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് എടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യൻ വന്നിട്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ ചെവിയിൽ വന്നിട്ട് ആ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, നമ്മളുടെ ചരക്ക് കപ്പൽ ഒന്ന് മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാർത്ത വന്നിട്ടുണ്ട് കടലിൽ വെച്ചിട്ടെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ആ ഗുരു ഒന്ന് ശാന്തമായി അല്പനേരം ഇങ്ങനെ ഇരുന്ന് ഒരു പോസ് എടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, സർവസ്തുതിയും ദൈവത്തിന് തന്നെ എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യരൊക്കെ ഒളിഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഈ പറഞ്ഞ കാര്യം. അപ്പം ശിഷ്യരൊക്കെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇതെന്താ ദൈവത്തിന് നന്ദി എന്ന് പറയുന്നത്, ദൈവം കപ്പൽ പിടിച്ച് മുക്കിയിട്ട് ദൈവത്തിന് നന്ദിയോ, അതങ്ങനെ ശരിയാവാ, ഗുരു കേട്ടത് മാറിപ്പോയതാണോ, അവർക്കൊരു സംശയം. പക്ഷെ ഗുരു ക്ലാസ് തുടർന്ന് അല്പം സമയം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ആ ശിഷ്യൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഒരു
സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷ വാർത്ത? നമ്മുടെ കപ്പലല്ല മുങ്ങിയത്, വേറൊരാളുടെ കപ്പലാണ് മുങ്ങിയത്. അപ്പോൾ ഇത് കേട്ടപ്പോഴും ഗുരുവിൻ്റെ മുഖത്തൊരു ഭാവ വ്യത്യാസമില്ല. ഒരു പോസ് എടുത്തു, ഒന്ന് ആലോചിച്ചു, അതിനുശേഷം വീണ്ടും പറഞ്ഞു അൽഹംദുലില്ലാ, ദൈവത്തിന് തന്നെ നന്ദി. അപ്പോൾ ശിഷ്യർക്ക് മനസ്സിലായി, സന്തോഷ വാർത്ത എന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞതാണ്. ക്ലാസ് കഴിഞ്ഞ സമയത്ത് ശിഷ്യർ കൗതുകത്തോടു കൂടി ചോദിച്ചു, അല്ല ഗുരു, കപ്പൽ മുങ്ങിയപ്പം നമ്മൾ ഒരു പ്രയാസമല്ല ഉണ്ടായത്, ആ സമയത്ത് ഗുരു എന്തിനാ ദൈവത്തിന് നന്ദി പറഞ്ഞത്? അപ്പോൾ ഗുരു പറഞ്ഞ കാര്യം, ഞാൻ ആ കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പം എന്നിലേക്കൊന്ന് നോക്കി, എൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ മുങ്ങിപ്പോയല്ലോ പഠിച്ചോനെ എന്നൊരു സങ്കടം വന്നോ? ഒരു സങ്കടവും വന്നിട്ടില്ല. ദൈവം എന്ത് ചെയ്താലും സ്വീകരിക്കും, നന്ദിയോട് കൂടി എന്ന് ശപഥം ചെയ്തവനാണ് ഞാൻ. അപ്പോൾ ആ ശപഥം പൂർത്തീകരിക്കണമെങ്കിൽ എനിക്കത് പഠിച്ചെടുക്കണം. അത് പഠിക്കാനുള്ള അവസരമായിട്ട് ദൈവം തന്നെ എനിക്ക് ഒപ്പിച്ചു തന്നൊരു അവസരമാണ്. അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു വേദന എന്നൊരു ഫീലിംഗ് വന്നോ? ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലെത്തലാണ് എൻ്റെ ടാസ്ക്. ആ പ്രാർത്ഥന പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ. ഈ ഘട്ടത്തിൽ ഞാൻ വിജയിച്ചല്ലോ. അങ്ങനെ വിജയിപ്പിച്ച് അങ്ങനെ ചിന്തിച്ച തമ്പുരാന് ഞാനൊരു നന്ദി പറഞ്ഞതാണ്. കപ്പൽ മുങ്ങിയോ ഇല്ലേ എന്നുള്ളതായിരുന്നില്ല അങ്ങേരുടെ വിഷയം. അങ്ങേരുടെ വിഷയം കപ്പൽ മുങ്ങിയപ്പം ഇങ്ങേരുടെ സറണ്ടറൻസ് മുങ്ങിപ്പോയോ എന്നുള്ള. സറണ്ടറൻസ് മുങ്ങിയിട്ടേ ഇല്ല. അപ്പം നന്മയും തിന്മയുമാകുന്ന എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന സമർപ്പണത്തിലിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് വേറൊരു തലമുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് നമ്മളിങ്ങനെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് എതിരായിട്ട് സംഭവിക്കുമ്പോഴേക്ക്, നമ്മൾ ആഗ്രഹിച്ചതിന് പിറകെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് എതിരായിട്ട് സംഭവിക്കും, പഠിച്ചോനെ കയ്യൊന്നും പോവോ എന്ന് പറഞ്ഞിട്ട് കയ്യൊന്നും പോയി. അപ്പം തന്നെ അത് ചിന്തിച്ചപ്പോൾ തന്നെ കയ്യൊന്നും പോയി. കയ്യൊന്നും പോയിട്ട് പിന്നെ കയറി വരാൻ വേണ്ടിയിട്ട് അല്ല, അങ്ങനല്ല, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ ഇങ്ങനെ പറഞ്ഞ് തിരിച്ച് വരേണ്ട അവസ്ഥയിലെത്തുമ്പം നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ എപ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷനും പ്രെയറൊക്കെ നടക്കുന്നത്? ഇതാ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇത്ര ഡിഗ്രി താഴ്ന്നു പോയിരിക്കുകയാണ്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സറണ്ടറൻസ്. അത് നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു. അവസാന ഘട്ടം വരെ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ പരീക്ഷണം? നിൻ്റെ മനസ്സ് ഒരു ലെവലേഷൻ പോലും പ്രാർത്ഥനയുടെ സമർപ്പണ തലത്തിൽ നിന്നും മാറാതെ വിട്ടു നിൽക്കാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ഉറച്ച ഹൃദയം നിനക്ക് ദൈവത്തിന് മുന്നിൽ സമ്മാനമായി കാണിക്കയായി സമർപ്പിക്കാൻ നീ തയ്യാറാണോ എന്ന് മാത്രമേ ഈ പ്രപഞ്ചവും അതിലടങ്ങിയിട്ടുള്ള സർവ്വശക്തിയും നോക്കി നിൽക്കുന്നുള്ളൂ. അങ്ങനെ നിലകൊള്ളുന്ന ഹൃദയത്തെ നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അസൂയ കൊണ്ടുപോകും. വല്ലാത്തൊരു മനസ്സ് തന്നെ അല്ലേ, വല്ലാത്തൊരു ഹൃദയം തന്നെ അല്ലേ. മാലാകമാരൊക്കെ ചിലപ്പോൾ ദൈവസന്നിധിയിൽ പോയിട്ട് പഠിച്ചവനോട് പറയും, എന്തൊരു ഭംഗിയിലാണ് നീ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എത്ര ഔന്നിത്യത്തിലാണ്, ഞങ്ങളെക്കാളും ഉയർന്ന നിലവാരത്തിലാണല്ലോ ഇവരിയ്ക്കുന്നത്, ചാഞ്ചാടിപ്പോകാനുള്ള ചാഞ്ചല്യം സംഭവിക്കാനുള്ള ഹൃദയമായിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങനെ നീ തന്നിട്ടില്ല, ഞങ്ങളെ പൂർണ്ണമായിട്ട് നിന്നിൽ അടിയുറച്ച് നിൽക്കാനുള്ള അവസ്ഥയിലാണ് മാലാകമാരായ ഞങ്ങളെ നീ സംവിധാനിച്ചിരിക്കുന്നത്. പക്ഷെ എന്തിലേക്കും മനസ്സ് ചാഞ്ചല്യം സംഭവിക്കുന്ന രീതിയിൽ പടച്ച വെച്ച ഹൃദയം കൊണ്ട് അവരിത്രമാത്രം പടവെട്ടി പോരാടി സമർപ്പണത്തിലായിട്ട് ഒരു ലെവലേഷൻ പോലും കുലുങ്ങാത്തൊരു മനസ്സിൽ അവരിയ്ക്കുമ്പം ആ കുലുങ്ങാത്ത മനസ്സിൻ്റെ ഘട്ടത്തിൽ നിന്റെ സിംഹാസനം പോലും ഒരു പക്ഷെ കുലുങ്ങിപ്പോകുമല്ലോ. ഈ അവസ്ഥയിൽ അപ്പോഴാണ് നമുക്ക് ചുറ്റിലുമുള്ള നമ്മൾക്കുള്ളിലുള്ള കോടാനുകോടി കോശങ്ങളും നമുക്ക് ചുറ്റിലുമുള്ള സർവ്വചരാചരങ്ങൾക്കുള്ളിലെ ബോധവും നമുക്കത് നടത്തി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് നടന്നാലും കുഴപ്പമില്ല, നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആകെ നടക്കേണ്ടത് സമർപ്പണമാണ്. അപ്പം ഒരാൾ സമർപ്പണത്തിലായിട്ടിരിക്കുമ്പോൾ നടക്കുന്നതൊക്കെ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ്. ഒരാൾക്ക് കിട്ടിയ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളൊക്കെ തന്നെ അയാൾ സമർപ്പണത്തിൽ നിന്ന് തെന്നുമ്പോൾ അയാൾക്ക് തന്നെ ശാപമായി മാറിയേക്കാം. അനുഗ്രഹങ്ങളൊക്കെ ശാപങ്ങളൊക്കെ അനുഗ്രഹങ്ങളാകുന്ന ഒരു തലമുണ്ട്. ആ തലം എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിൻ്റെ തലമാണ്. നിങ്ങൾക്കൊരുപാട് ശാപസമാനമായിട്ടുള്ള അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കാം, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, എങ്ങനെ നോക്കിയാലും അൺസൈക്കബിൾ ആയിട്ടുള്ള വിഷയങ്ങളാണ് നടക്കണത്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദൈവശാപം കിട്ടിയതാണെന്നോ ദൈവകോപം കിട്ടിയതാണോ എന്നൊക്കെ തോന്നും. അങ്ങനെ ദൈവശാപമോ ദൈവകോപം കൊണ്ടോ നശിപ്പിക്കുന്നവനല്ല അത്രേ അവൻ കാരുണ്യവാനാണ്. പിന്നെ എന്താണ് അതിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത്? കാരുണ്യവാനായിട്ടുള്ള അവൻ എങ്ങനെയാണ് സമർപ്പണത്തിലിരിക്കുന്നവനിലൂടെ ലോകത്തിന് മാതൃക കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ചരിത്രത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതം ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അവരുടെ ജീവിതം തകർന്നുപോയി, അവർക്ക് ദൈവശാപം കിട്ടി എന്നൊക്കെ തോന്നും.
പക്ഷെ അവർ ലോകത്തോട് വിളിച്ചു പറയായിരുന്നു, ശാപം ശാപം, കോപം കോപം എന്ന് പറഞ്ഞിട്ട് ആ കാരുണ്യവാനായവനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇതാ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾ നോക്കൂ, 50 വർഷം, 70 വർഷം, 80 വർഷം വളരെ കഷ്ടതകളും യാതനകളും നിറഞ്ഞ നരക സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ പോയിട്ട് പോലും ഒരു ലെവലേശം പോലും അവനോടുള്ള നന്ദിയുടെ ബോധം ചുരുങ്ങാതെ ഞാനിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ നിലനിൽപ്പിലേക്ക് നയിച്ച മാന്ത്രികത എന്തോ, മാജിക് എന്തോ, അതിലാണ് ദൈവത്തിൻ്റെ കാരുണ്യം കിടക്കുന്നത്. ഇത് ലോകത്തിനോട് പഠിപ്പിക്കുകയാണ്. ആ തലത്തിലെ പരിശീലനത്തിൽ, സമർപ്പണത്തിൻ്റെ പരീക്ഷണത്തിലും പരിശീലനത്തിലും അവർ വിജയിച്ചപ്പോൾ അവരുടെ ജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് അങ്ങ് മാറുകയാണ്. ലോകം മൊത്തം വാഴ്ത്തിപ്പാടുന്ന, സ്മരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരികയാണ്. സമർപ്പണം കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സമർപ്പണത്തിലൂടെ, ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ദൈവം പ്രതിഫലിക്കുന്ന ഒരു ദർപ്പണമായി മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് നമ്മളെ പാകപ്പെടുത്തിയെടുക്കല. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട ചിന്താഗതി എന്താണ്? നമ്മൾ സമർപ്പണത്തിലാണ്. ഗുരുവിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഗുരു ആദ്യം പറഞ്ഞു, ഒന്നാമതായി കപ്പൽ മുങ്ങിയെന്ന് വാർത്ത കേട്ടപ്പം എൻ്റെ മനസ്സ് ആ വേദനയിൽ മുങ്ങിയില്ലല്ലോ, അത് സ്ഥായിയായ സമർപ്പണത്തിൽ തന്നെ ഇരുന്നല്ലോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എന്ത് സംഭവിച്ചാലും ദൈവത്തിന് നന്ദി എന്ന സമർപ്പണത്തിലിരുന്നോ. പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആക്കിയാൽ ഇവൻ ഈ സമർപ്പണത്തിന് മാറോ, ഇവിടുന്നൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ സമർപ്പണത്തിന് മാറോ? ഒന്നും മാറുന്നില്ല. ആ ഉറച്ച ഭാവത്തിൽ തന്നെ സമർപ്പണത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ഇരുത്തം പരിശീലിക്കുകയായിരുന്നു ആ ഗുരു. ശേഷം ആ ഇരുത്തം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നിമിഷങ്ങളെ കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റിയ തമ്പുരാൻ ആ വാർത്തയെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ആ വാർത്തയെ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും സന്തോഷ വാർത്ത കേൾപ്പിക്കുകയാണ്. അപ്പോഴും സന്തോഷ വാർത്ത കേൾക്കുമ്പോഴും അതിലും പരിശീലനമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കപ്പലല്ല ഗുരു എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഹാവ് എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞില്ല ആ ഗുരു. ആ ഗുരു പറഞ്ഞു, അടുത്ത ഘട്ടത്തിൽ ഞങ്ങളുടെ കപ്പലെല്ലാം മുങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കി, എൻ്റെത് രക്ഷപ്പെട്ടു, വേറെ ആളുടെ വീട്ടിലാണ് കറണ്ട് പോയത്, വേറെ ആളെ കുട്ടിയാ തോറ്റത്, വേറെ ആളെ കപ്പലാ മുങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ ഓരത് മുങ്ങിയിട്ടാണെങ്കിൽ എൻ്റെത് രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്ത വന്നോ എന്ന് ഒന്നുകൂടി സ്കാൻ ചെയ്തു. അപ്പോഴും എന്ത് ചെക്കിയാണ്? സറണ്ടറൻസ് ചെക്കിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നിട്ടില്ല. എൻ്റെതാണ് എന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സന്തോഷം പോലും വരാണ്ട് എൻ്റെതാണോ രക്ഷപ്പെട്ടത്, ഓക്കെ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ മനസ്സ് വെക്കാൻ പറ്റിയല്ലോ, അവിടെയും എനിക്ക് വിജയിക്കാൻ പറ്റിയല്ലോ, അതിലേക്ക് അവൻ എന്നെ സഹായിച്ചല്ലോ, അത്തരം ഒരു ചിന്ത നിലനിർത്താൻ, ഈ സഹായം എനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടിയതിനാണ് ഞാനപ്പോൾ നന്ദി പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ഇവിടെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇവിടെ പഠിപ്പിക്കുന്നത് സമർപ്പണം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥന പരിശീലിക്കുക, പ്രാർത്ഥനയിൽ പരിശീലിക്കുക. നമ്മൾ എന്താണോ അർത്ഥിക്കുന്നത്, എന്താണോ അഭ്യർത്ഥിക്കുന്നത്, അതിൻ്റെ മുകളിൽ കെട്ടിത്തൂങ്ങാതെ അത് നമ്മൾക്ക് പ്രാർത്ഥന പഠിക്കാനുള്ള, പരിശീലിക്കാനുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് ആൻസേഴ്സ് കണ്ടെത്താൻ, മാത്സിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ വേണ്ടി പരിശീലിക്കുന്ന കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അവർക്ക് ചോദ്യങ്ങൾ എന്നുള്ളത് ഇക്വേഷൻ കറക്റ്റ് ആക്കാനുള്ള, മാത്സിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്, ആ ഫോർമുലയിലേക്ക് എങ്ങനെ എത്തുന്നു പരിശീലിക്കാനുള്ള വഴികൾ മാത്രമാണെന്നുള്ളതാണ്. ഫൈനൽ ടെസ്റ്റിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടില്ല. പക്ഷെ അവർ ആ ഇക്വേഷൻ എന്താ പഠിക്കുക? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ആസ്ക്, ബിലീവ്, റിസീവ്. ചോദിക്കുവിൻ, ഉത്തരം നൽകപ്പെടും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടിയത് കൊണ്ടായാലും ക്വസ്റ്റ്യൻ വെച്ച് നോക്കണ്ടേ? അപ്പം നമുക്ക് ആ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസൊക്കെ തെറ്റിപ്പോവും, ചില ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് അതിലേക്ക് എത്തൂല. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താ? ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം, അല്ലാണ്ട് ഈ ചോദ്യത്തിന് തന്നെ എനിക്ക് ഉത്തരം കണ്ടിരിക്കണം എന്നൊരു വാശിയൊന്നുമില്ല. ഇതുപോലത്തെ എത്ര ചോദ്യങ്ങൾ കിട്ടും? ഇക്വേഷൻ നമ്മുടെ കയ്യിലിരിക്കല്ലേ. അതുകൊണ്ട് ഇനി എത്ര ക്വസ്റ്റ്യൻ ബാങ്ക് കിടക്കുന്നത്, ഏതെടുത്തും നമുക്ക് പരിശീലിക്കാമല്ലോ. ആ രൂപേണ ആ ഇക്വേഷനിലേക്ക് തന്നെ സമർപ്പിച്ച് ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെയാ വർക്കൗട്ട് ആണെന്ന് മനസ്സിലാവുക, അത് നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ നമ്മൾ സമർപ്പണത്തിലാകുന്നു. ഇക്വേഷൻ മാറ്റിയിട്ട് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നു, ഈ ക്വസ്റ്റ്യന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ സ്പെസിഫിക് ക്വസ്റ്റ്യനിലും ആ സ്പെസിഫിക് ആഗ്രഹത്തിലും അതിൽ മാത്രം കെട്ടിപ്പിണഞ്ഞിരുന്ന് മാത്സ് എനിക്ക് ഇഷ്ടമില്ലാണ്ടായി മാറിയത്.
ഈ സബ്ജക്റ്റേ എനിക്ക് താല്പര്യമില്ലാണ്ടായി മാറിയത്. ആരാണിത് കണ്ടുപിടിച്ചത് തോന്നിയത്? ഇതേപോലെ ചില ഇക്വേഷനുകൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് എത്ര ചോദിച്ച് ഒന്നും നടന്നില്ലല്ലോ, എത്ര പ്രാർത്ഥനാ നിർഭരമായിട്ട് ഞാൻ അതിൻ്റെ പിറകെ പോയി, എത്ര ജപങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയി, ഒന്നും കിട്ടിയില്ലാലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് ദേഷ്യം തോന്നുന്ന എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ മാത്സിനോടെ ഇഷ്ടമില്ലാണ്ടായിപ്പോയ എത്ര കുട്ടികളുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ആ ഇക്വേഷൻ പഠിക്കുന്ന തലത്തിൽ നമ്മൾ പറയാറുണ്ട് ഓരോ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഇൻ്റലിജൻസ് വേണം നമുക്ക്. ചില സബ്ജക്റ്റിൻ്റെ ഇക്വേഷൻസിലേക്ക് ചില സബ്ജക്റ്റുമായിട്ട് കൈകാര്യം ചെയ്ത് അതിൻ്റെ ഒരു സത്ത നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചില കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റി കോഷൻ, ക്രിട്ടിക്കൽ കോഷൻ, ഇൻ്റലിജൻസ് കോഷൻ, ഇമോഷണൽ കോഷൻ, സ്പിരിച്വൽ കോഷൻ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള കോഷൻറ്റുകൾ നമുക്ക് വേണ്ടി വരും. ഞാൻ പറയുന്നു നമുക്ക് പ്രാർത്ഥന എന്ന സബ്ജക്റ്റ് അതിൻ്റെ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കോഷ്യൻ്റ് സറണ്ടറൻസ് കോഷ്യൻ്റ് ആണ്. അത് വരുന്നത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്നാണ്. അത് സ്പിരിച്വൽ കോഷ്യൻറ്റിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള, സ്പിരിച്വൽ കോഷ്യൻ്റ് ഉള്ള ഏതൊരാളെയും നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സറണ്ടറൻസിൻ്റെ അങ്ങേ അറ്റത്തിലായിരിക്കും. അവർക്ക് എങ്ങനെയാണെങ്കിലും ഓക്കെ ആണ് എന്നൊരു തലത്തിലാണ് അവരവരെ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് സമർപ്പണം നിലനിർത്താനുള്ള അവസരങ്ങളാണ് ഓരോ പ്രാർത്ഥനകളും ഓരോ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആഗ്രഹവും അത്യാഗ്രഹവും ദുരാഗ്രഹവും കൊണ്ട് കാരാഗ്രഹത്തിൽ കുടുങ്ങാനുള്ള ഒരു വഴി മാത്രമാണ്. അവർ പ്രാർത്ഥിച്ച് 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 ആഗ്രഹവും അത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം കൂടി സാമ്പാറാക്കി എടുത്തിട്ട് അവസാനം കാരാഗ്രഹത്തിൽ പെട്ടവരെ പോലെ ഒന്നും നടക്കണില്ല, എൻ്റെ ഒരു ആഗ്രഹവും നടത്തി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കായി തന്നെ ഉണ്ടാക്കി വെച്ചൊരു കേജിൽ കിടക്കുകയാണ്. എന്നാൽ സമർപ്പണത്തിൻ്റെ രഹസ്യം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏത് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും ഏത് നരകത്തിൽ കൊണ്ടിട്ടാലും അവൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന ഒരു മാജിക്കാണ്. അത് മീനിൻ്റെ വയറ്റിൽ കൊണ്ടിട്ടാലും അവിടെയും സമർപ്പണത്തിലായിക്കൊണ്ട്, ആളിക്കത്തുന്ന തീയിൽ കൊണ്ടിട്ടാലും അവിടെയും സമർപ്പണത്തിലായിക്കൊണ്ട് വളരെ സന്തോഷത്തിലായിക്കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യേകിച്ച് സ്വർഗമൊന്നും വേണ്ട. സ്വർഗം സൃഷ്ടിച്ചവൻ, നരകം സൃഷ്ടിച്ചവൻ, അവനെ എവിടെ കൊണ്ടിട്ടാലും അവൻ സ്വർഗത്തിലായിട്ടേ അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുള്ളൂ, അനുഭവിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഈ തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മളുടെ തല താഴണം. ഈ തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ തല താഴണം. ആ തല താഴ്ത്തുന്നതിനെയാണ് സുജൂദെന്നും സമർപ്പണമെന്നും തവക്കുലെന്നും ബോയിങ് എന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ റൂമി നൈറ്റിൽ ഷംസ് തെബ്രീസിയുടെ ഒരു കോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയായിരുന്നു ഇന്നലത്തെ വിഷയം. അപ്പോൾ തെബ്രീസിയുടെ ഒരു കോട്ട് ഇങ്ങനെയാണ് പറയുന്നത്: നാവ് പ്രാർത്ഥിക്കുമ്പോൾ ശരീരം അനങ്ങിക്കൊള്ളട്ടെ, ശരീരവും പ്രാർത്ഥനയിലായിക്കൊള്ളട്ടെ, എന്നാൽ ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചം മൊത്തം സമർപ്പിക്കട്ടെ. നാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശരീരമൊക്കെ ചിലപ്പം ചലിച്ചേക്കാം, ശരീരവും ഇങ്ങനെ ചലിക്കുന്നുണ്ടായിരിക്കാം, ജപവും അതുപോലെ തന്നെ ആചാരങ്ങളും ഒന്നിക്കുന്ന ഘട്ടമാണത്. എന്നാൽ ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹൃദയത്തിന് ആകെ അറിയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സറണ്ടറൻസ് ആണ്. അപ്പം ഹൃദയം പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രപഞ്ചം മൊത്തം സമർപ്പിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനാഭാവത്തെ പറ്റിയിട്ടാണ് ആൽക്കെമിസ്റ്റിലൂടെ പൗലോ കൊയ്ലോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരുവൻ ആരുമായിക്കൊള്ളട്ടെ അവൻ തീവ്രമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നേടിക്കൊടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മൊത്തം ഗൂഢാലോചന നടത്തും. അത് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ സാന്റിയാഗോന് മെൽഷിഡേക്ക് രാജാവ് കൊടുത്തു. നീ യാത്ര തുടങ്ങിക്കൊള്ളുക, നിന്റെ നിധി തേടി പോയിക്കൊള്ളുക, പക്ഷേ ഈ ഇക്വേഷനായിരിക്കണം നീ പിന്തുടരേണ്ടത്. ഏതുപോലെ നീ നിന്റെ ആഗ്രഹത്തിന് പിറകെ ഇറങ്ങിക്കോ, ഒരു ഇക്വേഷൻ മോനെ മുറുകെ പിടിച്ചോ. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷനാണ്, ഇതോനി അസ്തജിബിലക്കും, ചോദിക്കുവിൻ ഉത്തരം നൽകപ്പെടും. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ പിടിച്ച് നീ മുറുകെ പോയിക്കോ, അത് നിനക്ക് ഒരു ഊർജ്ജം തരും. എവിടെയെങ്കിലൊക്കെ കയ്യിൽ നിന്നും പോന്ന് തോന്നുമ്പം ഇല്ല, ചോദിക്കുവിൻ ഉത്തരം തരുന്നു പറഞ്ഞവനാണ് തമ്പുരാൻ. ഇതിങ്ങനെ ഓർക്കുമ്പോഴേക്ക് നമുക്കൊരു ധൈര്യം ഇങ്ങനെ കിട്ടുക, നമുക്കൊരു സ്ട്രെങ്ത് ഇങ്ങനെ കിട്ടാണ്. മൻ ജദ്ദ വജദ എന്ന് പറയുമ്പം പരിശ്രമിക്കുന്നവൻ വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഊർജ്ജം തന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്പിറേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇക്വേഷൻ മാത്രം പോരാ. ഈ ഇക്വേഷനും പിടിച്ചിട്ടാണ് സാന്റിയാഗോ തൻ്റെ യാത്ര തുടങ്ങുന്നത്.
പക്ഷെ ഈ ഇക്വേഷനും കൊണ്ട് ഇറങ്ങിയ സാന്റിയാഗോക്ക് ആ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സ്പെസിഫിക് കോഷ്യന്റുകൾ വേണമായിരുന്നു. അതാണ് ആ യാത്ര മൊത്തം അവനെ പരിശീലിപ്പിച്ചെടുത്തത്. സറണ്ടറൻസ്. നമ്മളിങ്ങനെ പറയും തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഒക്കെ നടക്കുന്നല്ലേ. പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്, ആൽക്കെമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വേദവാക്യം പോലെ ഇങ്ങനെ പറയും. അത് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അങ്ങനെ പ്രപഞ്ചം മൊത്തം ഗൂഢാലോചന നടത്തുമാറ് ആഗ്രഹിക്കണമെങ്കിൽ ആ ആഗ്രഹം അത്യാഗ്രഹമോ ദുരാഗ്രഹമോ ആകുന്നതിനപ്പുറത്തേക്ക് അതൊരു സമർപ്പിതമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നും സംഭവിക്കണം. ആഗ്രഹത്തിന് പിറകെ ഇറങ്ങിയ പൗലോ കൊയ്ലോന് അതിൻ്റെ സാന്റിയാഗോന് അതിൻ്റെ ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു ഇക്വേഷൻ? സറണ്ടർ. സമർപ്പിക്കുക. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ സമർപ്പിച്ചു, എല്ലാം വിട്ടുകളഞ്ഞു, എല്ലാം സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചപ്പോൾ അതാ അവന് ആ നിധിയിലേക്ക് എത്താനുള്ള രഹസ്യം കിട്ടുന്നു. പക്ഷെ ആ നിധിയിലേക്ക് എത്താനുള്ള രഹസ്യം കിട്ടിയപ്പോഴും അവൻ്റെ ഭാവം എങ്ങനെ തന്നെയാണ്? ഇത് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിനേക്കാളും വലിയ നിധിയാകുന്ന സമർപ്പണമെന്ന, പ്രാർത്ഥന എന്ന, പ്രപഞ്ചവുമായി സംസാരിക്കാനുള്ള പ്രാർത്ഥന എന്ന ആ ഒരു മാജിക്, ആ ഒരു ആൽക്കെമി എനിക്ക് കൈമുതലായി വന്നിരിക്കുകയാണ് എന്നതുകൊണ്ട് നിധി ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് സാന്റിയാഗോനെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് സാന്റിയാഗോൻ്റെ മുന്നിലേക്ക് നിധി എത്തിയിട്ടുള്ളത്. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. കാരണം അത് നടത്താതിരിക്കുന്നവനൊരു ഉദ്ദേശമുണ്ട്. ഏറ്റവും സംശുദ്ധമായിട്ടുള്ള ഹൃദയാവസ്ഥയിൽ തന്നെ നിങ്ങൾക്കത് വന്നു ചേരട്ടെ എന്ന് അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ശുദ്ധമായ ഹലാലായ അവസ്ഥയിൽ അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവനത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണോ അത് സ്വീകരിക്കാൻ ഞാൻ പാകപ്പെട്ട അവസ്ഥ വരുന്നത്, അപ്പോൾ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്കത് തരേണ്ടതില്ല. നമ്മൾ അറിവ് എന്ന നിധി സ്വീകരിക്കാൻ വേണ്ടി ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പം അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപകാരപ്പെടുന്ന അറിവ് തരണമേ. കുറേ വാരിക്കോരി തരേണ്ട, വഴി തെറ്റിപ്പോകുന്ന അറിവ് നീ തരേണ്ട, ഉപകാരപ്പെടുന്ന സമ്പത്ത് തരണമേ. ഉപകാരപ്പെടുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉപകാരത്തിന് മാത്രമുള്ളതാണ്. ദൈവം ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അറിവാകട്ടെ, സമ്പത്താകട്ടെ, ബന്ധങ്ങളാകട്ടെ ഒക്കെ ഉപകാരത്തിനുള്ളതാണ്. പക്ഷെ ഉപകരിക്കുമാറ് ഉപയോഗിക്കാൻ എനിക്കറിയില്ല, അതാണ് പ്രശ്നം. ഉപയോഗിക്കാൻ എനിക്കറിയില്ല. ഉപകരിക്കുമാറ് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് എന്നെ എത്തിച്ചതിന് ശേഷം മാത്രം എന്നിലേക്ക് അത് തന്നാൽ മതി എന്നുള്ളതാണ്. ലാസ്റ്റ് മാസം UAE റൂമീനായിട്ട് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടുന്നും പഠിച്ച ആൾക്കാർക്ക് ചിലപ്പം ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കുറച്ച് ഡിലേ ആവും. ആ ഡിലേ ആയിട്ട് തന്നെ അത് കിട്ടിയാൽ മതി എന്നാണ് ഞാനും നിർബന്ധ ബുദ്ധി വെക്കാറുള്ളത്. കാരണം നമ്മുടെ ഹൃദയം അത്രമാത്രം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഫോർഗീനെസ്സിൻ്റെയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും എന്താ പറയുക, ഇങ്ങനെ ആക്രാന്ത മനോഭാവം ഇല്ലാതെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം എന്തൊക്കെ നമ്മളെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്താലും വന്നാലും ആ ഒരു അവസ്ഥയിൽ വരുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മുടെ ഈഗോൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി മാത്രം കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ, അങ്ങനെ നടക്കണ്ട എന്ന് തന്നെയാണ് ഇത് നടത്തുന്നത് ഞാനും ഉദ്ദേശിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പം ആദ്യം ഞാനെപ്പോഴും പറഞ്ഞു, നമ്മുടെ മനസ്സ് അതിൽ നിന്നും ചാഞ്ചല്യം സംഭവിക്കാതെ തെന്നിപ്പോകാത്ത അവസ്ഥയിലേക്ക് മനസ്സെത്തണം. അതുകൊണ്ടാണ് ഞാൻ പറയാം, നിങ്ങളുടെ ആഗ്രഹത്തിന് പിറകെ പോകുന്നതിന് ബദലായിട്ട് ആഗ്രഹങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്. ആ മാനസിക അവസ്ഥയിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അത് എന്തുമാകാം. അത് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കലോ ജപിച്ചുകൊണ്ടിരിക്കലോ ഒന്നുമല്ല. ചിലപ്പം നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആ സമർപ്പണത്തിൻ്റെ അവസ്ഥ വരുന്നതെങ്കിൽ ആ നിമിഷത്തിലായിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുന്നത്. അപ്പോൾ ആരോ ചെയ്ത നന്മ കൊണ്ട്, ആർക്കോ നൽകിയ സൽക്കർമ്മങ്ങൾ കൊണ്ട്, സൽക്കർമ്മം എന്നതുകൊണ്ട് നിങ്ങളുടെ സൽസ്വഭാവ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രാർത്ഥന പോലും സൽക്കർമ്മമാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന പോലും വേറെ ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. എന്തുകൊണ്ടാണത്? മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മൾ സമർപ്പണത്തിലാകുന്നത്, നമ്മൾ വിട്ടുകൊടുക്കലിലാകുന്നത്, നമ്മൾ ഗിവിങ് എന്ന സ്റ്റേറ്റിലാകണത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്കും കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന പരിശീലിക്കുന്ന ഒരാൾ, പ്രാർത്ഥന പരിചരിക്കുന്ന ഒരാൾ അവൻ സമൂഹത്തിന് നൽകുന്നവനായിട്ട് മാറും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടണേന്ന് കരുതി അവനിൽ പ്രാർത്ഥന പ്രവർത്തിച്ചിട്ട് അവൻക്ക് പിന്നെ ഒന്നും ചോദിക്കാനില്ല, അവന് പ്രാർത്ഥനയുമില്ല, മറ്റുള്ള കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കൽ മാത്രമായി ഇവൻ മാറുമ്പം ഇത് വല്ലാത്തൊരു ചെയ്തിയായിപ്പോയി. അപ്പോൾ ദൈവം ചോദിക്കുന്നു, ഇതിലേതാ നിനക്ക് ഇഷ്ടം? ഇത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഞാനൊരു പൂവല്ലേ ചോദിച്ചു, നീ എന്നെ തന്നെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇന്നലത്തെ റൂമീനായിട്ട് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഒരു ആൽക്കമിസ്റ്റുകൾ പോലും ഈയത്തെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള ആ വിദ്യ അവരുടെ കയ്യിലുണ്ടായിട്ട് അവർക്ക് അതിനോട് ഒന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. വേറെ കുറേ ആൾക്കാർ ആൽക്കമിസ്റ്റിൻ്റെ കയ്യിലുള്ള ആ വിദ്യ പഠിച്ചെടുത്ത് എന്തൊക്കെയോ നേടിയെടുക്കണം എന്ന് കരുതി നടക്കുമ്പം അത് കൈക്കലാക്കിയിട്ടുള്ള ഒരാൾക്കും തന്നെ അതിനോടൊന്നും തോന്നിയിട്ടില്ല. കാരണം അതിലും മീതിയായിരുന്നു അത് നടത്തി കൊടുക്കുന്നവനിലേക്ക് അവരുടെ ഒരു സമർപ്പണം. അപ്പം ഒരു സ്വർണ്ണമാക്കി മാറ്റലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ചിന്തിച്ച് നടക്കുന്നവരൊക്കെ വിഡ്ഢിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈയത്തെയും സ്വർണത്തെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ്റെ ബോധത്തിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ അതിനേക്കാളും സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന മറ്റൊന്തുണ്ട് എന്ന ചിന്തയിലേക്ക് ഒരുവൻ ഉയരുമ്പോൾ ഈ ഭൂമിയിലുള്ള സ്വർണവും ഈയവും എല്ലാം അവനിലേക്ക് അടുത്ത് വരുന്നത് കാണാൻ പറ്റും, അവനിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അവനിലേക്ക് സമർപ്പിച്ചപ്പോൾ ലോകം മൊത്തം അവന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു എന്നൊരു തലത്തിലേക്ക് എലവേറ്റ് ചെയ്യുന്ന ആ പാത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന തലമാണ് ആക്ച്വലി പ്രെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗൈഡഡ് കോട്ടിന് ഇത്രയും മീനിങ് ഉള്ള കാര്യം ഞാനും ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലായത്. ഇത് തുറന്നു നോക്കിയപ്പോൾ ഞാനും ചിന്തിച്ച് കാവ്യ എന്താ ഉദ്ദേശിച്ചത്, ഗൈഡഡ് കോട്ടാണല്ലോ, ഗൈഡിൻ്റെ കോട്ടാണല്ലോ. അപ്പോൾ തുറന്നു നോക്കിയ സമയത്ത് ഞാനും ചിന്തിച്ച് ഇതാണിപ്പോൾ കണ്ടത്, തുറന്ന സ്ഥിതിക്ക് ഇത് പറയാതിരിക്കാനും പറ്റൂല, എന്തായാലും ഒന്നും പോയി നോക്കാം എന്നുള്ള ഇതിലൊന്ന് പോയി നോക്കിയതാണ്. എന്തായാലും ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രെയറിലേക്ക് തന്നെ അസോസിയേറ്റ് ചെയ്യുക, പ്രെയർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് പ്രെയർ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പം ആഗ്രഹങ്ങളിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവും. ആഗ്രഹം നടത്താൻ വേണ്ടി പ്രെയർ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രെയർ പഠിക്കാൻ വേണ്ടി, പ്രെയർ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹങ്ങൾ എന്നെടുത്ത് നോക്കിയേ വളരെ എളുപ്പത്തിലായിരിക്കും എന്നുള്ള. ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനൊക്കെ പലർക്കും നടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. വേണമെന്ന് കരുതിയതിൻ്റെ പിറകെ വാശി പിടിക്കാതെ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നടക്കുമെന്നൊന്ന് നോക്കണമല്ലോ, അതൊന്ന് നോക്കട്ടെ എന്ന് കരുതി ചിലതെടുക്കും. അപ്പോൾ അവിടെ ലോ ഓഫ് അട്രാക്ഷനോ പ്രാർത്ഥനക്കോ മാനിഫെസ്റ്റേഷനാണ് പ്രിയോറിറ്റി. അതിലിങ്ങനെ സിമ്പിളായിട്ട് നടക്കും. കാരണം മനസ്സ് വല്ലാണ്ട് അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് വാശി നിർബന്ധ ബുദ്ധിയിലൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ടു എക്സ്പ്ലോർ എന്ന രീതിയിലാണ്. ഞാനും പലരോടും പറയാറുണ്ട്, പ്രത്യേകിച്ച് റൂമി നൈറ്റിലൊക്കെ അത് സംഭവിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, റൂമി നൈറ്റിലൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് എക്സ്പ്ലോർ, ഒന്ന് പോയി നോക്കാം എന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് ആ വളരെ ഒരു ഈസിനെസ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ തലത്തിലെത്തുമ്പം നമ്മൾക്ക് ആക്ച്വലി വളരെ മാജിക്കലായിട്ടുള്ള റെലംസ് ഓഫ് ദ മൈൻഡ് ആൻഡ് ഹാർട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്ര പറഞ്ഞത് തന്നെ ധാരാളമാണെന്ന് മനസ്സിലാക്കുന്നു. നാളെ നൈറ്റ് ഞാനൊരു ഗൈഡഡ് കോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൈഡഡ് കോള് കോളാണ്, സൂം കോളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈഡഡ് കോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചൊരു തലമാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഏഡിയൻ ടോക്സ് എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുകളും സിസ്റ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അതിലൊരു ഫാക്കൽറ്റിയാണ്, ഇതിൻ്റെ ചെയർമാനാണെങ്കിൽ കൂടി. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോട് പറഞ്ഞു രാവിലെ വന്നിട്ട് GT എടുക്കണം എന്നതുകൊണ്ട് ഞാനത് കേട്ട് ഇവിടെ വന്നിരിക്കുന്നു. കമ്പനി എന്നോട് പറയുന്നു GC മാസത്തിൽ നടത്തിയിരിക്കണം, അപ്പം ഞാൻ വന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 60 മാസമായിട്ട് ഗൈഡഡ് കോഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഇത് 5 വർഷം തികയാണ്, 60ാമത്തെ മാസമാണ് ഈ മാസം വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് കുറേ കാലം കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത് കമ്പനി നമുക്കൊരു കമ്പനി തരാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇൻ ദ സെൻസ് എല്ലാം സ്ട്രക്ചേർഡ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടായി വരുന്നതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊക്കെ ഉണ്ടായി വരുന്നതിന് പിറകിൽ ഒരു സ്ട്രക്ചറും ഇല്ലാത്തൊരു തുടക്കം എനിക്കുണ്ടായിരുന്നു. ആ അവസ്ഥ എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ചു, ആ സ്ട്രക്ചറിനൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനൊരു യാത്ര പോയി നോക്കട്ടെ, അതിനൊരു ലീവ് തരുമെന്ന് ഞാൻ കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട്. ചെയർമാനും ഗ്രാൻഡ് ചെയ്യുന്ന വിചാരിക്കണത്. അപ്പോൾ ജനുവരിയിലേക്ക് ഞാൻ അത്തരം ഒരു യാത്ര ഒന്ന് പോയി നോക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അവിടെ സ്ട്രക്ചറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും മെൻറ്റേഴ്സൊക്കെ ഒരു 8 years ബാക്ക് തുടങ്ങിയ ഒരു യാത്ര ഉണ്ടായിരുന്നു. അവിടെ എന്താ ഞാനിവരെ പഠിപ്പിക്കാൻ പോകണമെന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല, എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന് നമുക്കറിയില്ല എന്നതുകൊണ്ടൊന്ന് പോയി നോക്കിയാണ്. ഫോളോ യുവർ ഹാർട്ട് എന്നൊരു തലമുണ്ട്. അവിടെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഇതേപോലെ ഒരു യാത്ര ഒന്ന് തുടങ്ങി നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും കുറച്ച് സമയത്തേക്ക് എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. യാത്ര നിങ്ങൾ ലിറ്ററലി എടുത്തിട്ട് ഏതോ ഗൈഡഡ് ട്രിപ്പാണെന്നൊന്നും പ്ലാൻ ആക്കരുത്, ചിന്തിക്കരുത്. ഒരു ജേണി, ഒരു ഗൈഡഡ് ജേണി പോലെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഞാനായി ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലൂടെ ഉള്ളൊരു ജേണി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒരു ക്ലാരിറ്റി എന്നൊന്നും പറയില്ല, ക്ലാരിറ്റി ഒക്കെ പോണ വഴിക്ക് വരലാണ്. അപ്പോൾ ആ രീതിയിൽ ഭ്രാന്തോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നവർക്കുള്ളൊരു പാത്ത് വേ ആയിരിക്കും അതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചർച്ച നടത്താൻ, ന്യൂ ഇയറിലേക്കൊക്കെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചർച്ച നടത്താൻ ഒരു ഗൈഡഡ് കോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ നൈറ്റ് ആകാനാണ്
നാളെ ഓർ മറ്റന്നാൾ ഐ ഡോണ്ട് നോ മൺഡേ ഓർ ട്യൂസ്ഡേ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു റിമൈൻഡർ വരും. ആ റിമൈൻഡർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു റിമൈൻഡർ ഉണ്ടാവില്ല. എപ്പോഴും പറഞ്ഞതുപോലെ ഗൈഡ് ഇപ്പോൾ കയറും, 5 മിനിറ്റ് കൊണ്ട് കയറും, 10 മിനിറ്റ് കൊണ്ട് കയറും, ഇതൊന്നും ഉണ്ടാവില്ല. അത് ഒരു ഫ്രീ ഫ്ലോയിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ എത്തിച്ചേരേണ്ടവരെത്തിക്കോളും എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ മറ്റന്നാളാണ് എനിക്ക് ഓർമ്മയില്ല, മെൻറ്റേഴ്സ് അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരും. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അവിടെ ഞാൻ അത്തരത്തിലൊരു യാത്രയെ പറ്റി പറയും. ഇപ്പം അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചതുപോലെ ചിലർ വരുന്നത് ചില ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ആഗ്രഹത്തെ സംസാരിക്കുന്നതിന് പകരം ആഗ്രഹത്തിനോടൊപ്പം നേടേണ്ട ഈക്വേഷനായിരിക്കും ഞാൻ പറഞ്ഞുകൊടുക്കണേ. ഇതാണ് എൻ്റെ തലം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിനെല്ലാലോ വന്നതെന്ന് ചോദിച്ചാൽ ഇത് അതിനുള്ള പരിപാടിയല്ല. ഇത് അതിനപ്പുറത്ത് എന്താണോ ശരിക്കുള്ള വിഷയം അതിലേക്ക് നമ്മൾ കാണേണ്ട, തൊടേണ്ട ഒരു തലം, ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ജേണി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത വർഷം എനിക്കതിലേക്ക് ഇറങ്ങണം എന്നൊരു ഒരു ഉൾവിളി പോലെ ഉള്ളിൽ വന്നു. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഹൗ ഇറ്റ് ഗോസ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ആൻഡ് ഓൾസോ നമ്മുടെ GC പ്രോഗ്രാം ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത വർഷത്തിലേക്കൊക്കെ പുതുവത്സരം ഒക്കെ ഉഷാറാക്കി എടുക്കാൻ ഇപ്പോൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും. പുതുവത്സരം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു മൈൻഡിനൊരു ഡേറ്റും ഗോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് സന്തോഷത്തിൽ വർക്ക് ചെയ്യും. മൈൻഡിനെ ട്രിക്ക് ചെയ്യാണ് കുറച്ച് പരിപാടികൾ എന്നുള്ളൂ. ഓരോ സെക്കൻഡ് നമുക്ക് പുതിയതാണ്, പുതിയ ഷോസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ എക്സൈറ്റ്മെൻറ്റിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ വിഷ് ലിസ്റ്റൊക്കെ എഴുതി സെറ്റാക്കിയ ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിനിടയിൽ ഒരുപാട് സക്സസ് സ്റ്റോറികൾ നമ്മൾ കേട്ടു. അതുപോലൊക്കെ ഒന്ന് മൈൻഡിനെ സന്തോഷിപ്പിക്കാനും എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും മൈൻഡും സന്തോഷിക്കണമല്ലോ, പാവല്ലേ, അതിന് വേണ്ടി നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാനുള്ള രൂപേണ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പ്ലാൻ ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും ഗൈഡഡ് കോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ റൂമി നൈറ്റിലൊക്കെ പ്രയർ എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ലെവലിൽ എനിക്ക് പോകാൻ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ള പ്രധാന കാരണം അതിൽ മെജോറിറ്റി പകുതിയോളം ആൾക്കാർ GC ചെയ്യാത്തവരെ പുതിയ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ നമ്മൾ അവരെ കൂടി പരിഗണിച്ച് വേണം ഇങ്ങനെ മെല്ലെ മെല്ലെ പരിങ്ങി ഇങ്ങനെ കയറി വരാമെന്നുള്ളതാണ്. അപ്പോൾ GC കഴിഞ്ഞവരുണ്ടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിനെസ് ആണ് ടു കൺവേ ദ തിങ്സ്, ബിക്കോസ് ആ ടേംസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ GC കൂടി എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ആ സൂം കോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഗൈഡഡ് കോളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ വരെ അവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ചെയ്ത് പോകാം. ന്യൂ ഇയറിലേക്കുള്ള ചർച്ചകൾ അവിടെ ആവാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്.